ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് SR വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +1 കൊമേഴ്സുകാരുടെ അക്കൗണ്ടൻസി എക്സാമിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പൊതുവായ അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളല്ല, കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രശ്നമാണോ ഇല്ല ക്വസ്റ്റ്യൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുവിധം ഒന്നും വൃത്തിക്ക് എഴുതിയിട്ടില്ല ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. തീരെ എനിക്ക് ഇഷ്ടമായിട്ടില്ല ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോർഷനിൽ 1 to 9 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ കറണ്ട് അസറ്റ് എന്നുള്ളത് ഇതിൽ ഞാൻ ആൻസർ കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ ആൻസർ അല്ല, അതായത് ഞാൻ എഴുതിയത് എന്താണെന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണോ തെറ്റാണെന്ന് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ കറണ്ട് അസറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്, ഗുഡ് വിൽ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, പ്ലാന്റ് എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ് അല്ല, നോൺ കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾ ഓഫ് ദീസ് ആണ് കൊടുത്തത്. പിന്നെ നെക്സ്റ്റ് ദ ക്യാഷ് ബുക്ക് യൂസ് ടു റെക്കോർഡ് സ്മോൾ പേയ്മെൻറ്റ് സച്ച് എസ് കൺവേയൻസ് കാർട്ടേജ്, അത് പെറ്റി ക്യാഷ് ബുക്ക് ആണ് കൊടുത്തത്. പിന്നെ ഡാഷ് ഇസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്, അത് ഞാൻ ലെഡ്ജർ ആണ് എഴുതിയത്. പിന്നെ വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ബൈ പ്രോപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് വിൽ ഞാൻ എഴുതിയത് ബോത്ത് A and B, ദാറ്റ് ഈസ് ക്യാപിറ്റലും കുറയും സ്റ്റോക്കും കുറയും എന്നാണ് എഴുതിയത്. ഇതൊക്കെ ശരിയാണോ എന്തോ അറിയില്ല. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റിൽ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണല്ലോ. പക്ഷേ ഇവിടെ ഞാൻ എന്ത് നോക്കിയിട്ടും ശരിയാവാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഓപ്ഷൻ D, അസറ്റ് മൈനസ് ലയബിലിറ്റി മൈനസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 0 എന്നാണ് എഴുതിയത്. ഇതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. അടുത്ത പോർഷനിൽ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 6th ക്വസ്റ്റ്യൻ ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് മീൻസ്, അത് ഞാൻ എഴുതിയിട്ടില്ല. അതിൽ എഴുതിയെന്ന് തോന്നുന്നത് ഓപ്ഷനായിട്ട് എഴുതിയെന്ന് തോന്നുന്നു. നൺ ഓഫ് ദീസ് എന്നുമാണ് ഞാൻ എഴുതിയത്. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റിസർവ് എന്നാണ് എഴുതിയത്. ഇതൊക്കെ ഞാൻ ഗസ്റ്റിന് കൊടുത്തതാണ്. പിന്നെ നെക്സ്റ്റ് 8th വൺ ട്രയൽ ബാലൻസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസസ് എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ ഇഫ് ദ ട്രയൽ ബാലൻസ് അഗ്രീസ് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദർ ഇസ് നോ എറർ ഇൻ ദ ബുക്സ് എന്നാണ് ഞാൻ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടായത്. ബാക്കി ഒരു ഓപ്ഷൻ എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. നെക്സ്റ്റ് ആൻസർ എനിക്ക് 4 ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 15 ആയിരുന്നു. അപ്പോൾ ഫൈൻഡ് ഔട്ട് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. ഓണേഴ്സ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കാൻ നിന്നതെന്ന് പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഞാൻ ഇതൊക്കെ വെച്ചിട്ടിങ്ങനെ ഇതിൽ നിന്ന് ഓണറിൻ്റെ, അതായത് ക്യാഷ്, ഫർണിച്ചർ, ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതാനാണ് ചോദിക്കുന്നതെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഡൗട്ടായി. പിന്നെ ഞാൻ അവസാനമായപ്പോൾ എനിക്കെന്തോ തോന്നി, അതായത് നമ്മുടെ ഇക്വേഷൻ ഇല്ല, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്, ആ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടതാണെന്നൊക്കെ വിചാരിച്ച് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ശരിയാണോ എന്തോ അറിയില്ല. സോ ആ ഒരു 10th ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ഈസ് റിഗാർഡഡ് ആസ് എ ലയബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലോ, അത് ഞാൻ കോസ്റ്റ് കോൺസെപ്റ്റാണ് കൊടുത്തത്. അറിയില്ല ശരിയാണെന്ന്. നെക്സ്റ്റ് റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് കൊടുത്തത്. അത് ഞാൻ എൻ്റെ ഓൺവേർഡ്സ് എന്തൊക്കെയോ പൊട്ടത്തിൽ എഴുതി വെക്കുകയാണ് ചെയ്തത്. ഒരു കോമ്പൻസേറ്റിംഗ് എറർ കുറച്ച് അറിയുന്ന പോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 2 ട്രാൻസാക്ഷൻസ് വിച്ച് ആർ റെക്കോർഡഡ് ഇൻ ജേർണൽ പ്രോപ്പർ, അത് ഒന്ന് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് അസറ്റും ഫിക്സഡ് അസറ്റും ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് കൊടുത്തത്. ഓക്കെ, അതുവരെ കുഴപ്പമില്ലാണ്ട് എന്തൊക്കെയോ തട്ടിമുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസിൽ കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഡെപ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എന്താ കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ്, പിന്നെ ലോണ്, ഓവർ ഡ്രാഫ്റ്റ്, അതൊക്കെയാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വില്ല്, പാറ്റന്റ്, കോപ്പിറൈറ്റ്. പിന്നെ സ്റ്റേറ്റ് എനി 3 കോസ്റ്റ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക്, അതും കുഴപ്പമില്ലാണ്ട് എൻ്റെ ഓൺവേർഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ മാച്ചിങ് കോൺസെപ്റ്റും കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് വേറെ വഴിയിലാണ് ഞാൻ എന്തൊക്കെയോ തള്ളി എഴുതിയിട്ടുണ്ട്. 19th ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് സത്യം പറഞ്ഞ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഇരിക്കുകയത്. അതായത് ആനുവൽ എമൗണ്ട് ഓഫ് ഡെപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആനുവൽ എമൗണ്ട് ഓഫ് ഡെപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കൊല്ലം വെച്ചിട്ട് അവർ നമ്മുടെ കോസ്റ്റ് ഓഫ് വാല്യൂ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ആ സാധനമൊക്കെ ചെയ്തിട്ട് ഒരു കൊല്ലത്തിൻ്റെ ആണ് കണ്ടുവച്ചത്. അത് എത്ര വലിയ പൈസ എന്തോ കിട്ടി, 1,80,000 അങ്ങെന്തോ കിട്ടി. എന്ത് ഞാൻ അവിടെ തന്നെ വെച്ച്. പിന്നെ നെക്സ്റ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് ദ മെഷീനറി ഈസ് ഡിസ്പോസ്ഡ് ഓൺ, അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങനെ വിട്ടു. പിന്നെ ട്രയൽ ബാലൻസ് എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ട്രയൽ ബാലൻസ് ആണെങ്കിൽ എന്താ തകരാറ് പറ്റിയെന്നറിയില്ല, എൻ്റെ ബാലൻസ് ആവുന്നുണ്ടായിട്ട് ട്രയൽ ബാലൻസ്, അങ്ങനെ ആ മാർക്കും കൂടെ പോയി. അപ്പോൾ അതിൽ 1-2 ക്വസ്റ്റ്യൻസ് എല്ലാം കൊളായിട്ടുണ്ട്. പിന്നെ അടുത്ത പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ 5 ക്വസ്റ്റ്യൻ ഫ്രം 21 to 26 വരെയിലുള്ളത്
ഫസ്റ്റ് 21th ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഡിഫൈൻ അക്കൗണ്ടിങ്, ലിസ്റ്റ് ഓൺ എനി 4 എക്സ്റ്റേണൽ യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതും ആ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് GST, അത് എൻ്റെ ഓൺവേഴ്സിൽ ഞാൻ എന്തൊക്കെയോ തള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാഷ് ബേസിസും അക്രൽ ബേസിസിൻ്റെയും ഞാൻ വായിച്ച ഓർമ്മയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ഷോർട്ട് നോട്ട്സ് ഓൺ കോൺട്രാ എൻട്രി ആൻഡ് ഡെബിറ്റ് നോട്ട്, അതും ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എഴുതി. പിന്നെ 2 ക്വസ്റ്റ്യൻ ഒന്നും നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതായത് പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഞാൻ അങ്ങ് നിന്നുപോയി. പിന്നെ ബാലൻസ് ചെയ്യാനോ ഒന്നും നടക്കുന്നുണ്ടായില്ല, വിട്ടു, അവിടെ തന്നെ വിട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അങ്ങനെ വിട്ടിട്ടുണ്ട്, എന്താ സംഭവിച്ചത് ഒന്നും എനിക്കറിയില്ല, എനിക്ക് കിട്ടുന്നില്ല. പിന്നെ നെക്സ്റ്റ് പാസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് എങ്ങനെ എഴുതണ്ടേ ഒന്നും എനിക്ക് ഓർമ്മയില്ല, എല്ലാം അങ്ങനെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 6th ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് 3 ഇയേഴ്സിലെ അത് ജേർണൽ എൻട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് 3 ഇയേഴ്സ് അസ്യൂമിങ് ദാറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March എവറി ഇയർ. ഇതിൽ എന്താ ഉണ്ടാക്കേണ്ടത്? മെഷീനറി അക്കൗണ്ട് ആണോ, ഡെപ്രിസിയേഷൻ അക്കൗണ്ട് ആണോ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആ 2 ക്വസ്റ്റ്യനും, അതായത് അവിടെ എന്തായാലും മാർക്ക് കുറയും, കാരണം 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 4 മാർക്ക് 8 മാർക്ക് അവിടെ പോയി. ബാക്കിയെല്ലാം സാർ നോക്കി മാർക്ക് ഇട്ടാലേ കിട്ടത്തുള്ളൂ, അപ്പോൾ അതും പോയി. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ മൊത്തം പോയി, കാരണം 27 ക്വസ്റ്റ്യൻ ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ എനി 2 സിറ്റുവേഷൻസ്, അത് കൊളായെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊളായി. BRS ഒന്നാമത് എനിക്കൊന്നും അറിയാത്ത സംഭവമാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അത് കിട്ടിയിട്ടില്ല. പിന്നെ ബാങ്ക് റീകൺസിലേഷൻ്റെത് ബാലൻസ് ചെയ്തിട്ട് എനിക്ക് ബാലൻസ് ചെയ്യണോ വേണ്ടി ആ ഫോർമാറ്റിൽ ഞാൻ മറന്നുപോയി, അങ്ങനെ എന്തെല്ലോ പൊട്ടത്തിൽ എഴുതി വെച്ച്. പിന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു 2-3 ഡിഫറൻസൊക്കെ ഞാൻ എന്തൊക്കെയോ എഴുതി, പക്ഷേ ആ ഒരു പ്രിപ്പയർ മഹേഷ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ ബുക്ക് ഓഫ് സുരേഷ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായിട്ടില്ല. എന്താ എഴുതണ്ടേ, എങ്ങനെ എഴുതണ്ടേ എന്നൊന്നും മനസ്സിലായില്ല. അതായത് മഹേഷ് അക്കൗണ്ട് വരക്കേണ്ടത്, അതിപ്പോൾ മഹേഷ് അക്കൗണ്ടും പിന്നെ അതുപോലെ തന്നെ എന്താ ഈ മഹേഷ് അക്കൗണ്ട് എങ്ങനെ വരക്കണ്ടേ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ വിട്ട് ആ ക്വസ്റ്റ്യൻ A പാർട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ, B പാർട്ട് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ മോളെ 29ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ഞാൻ സ്പെഷ്യൽ ജേർണൽ എന്താണെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ 2 അഡ്വാൻറ്റേജസ് എന്തൊക്കെയോ തള്ളി, അത് ശരിയാണോ എന്നറിയില്ല. പിന്നെ കറക്റ്റ് ആക്കാൻ വർക്ക് ക്യാഷ് ബുക്ക്, അതാണെങ്കിൽ പകുതിക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങ് വിട്ടു, കാരണം അതിനൊന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലായി. ഇൻട്രസ്റ്റ് റെസീവ്ഡും കമ്മീഷൻ റെസീവ്ഡും ആണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുന്നത്. റെന്റ് പെയ്ഡും തോമസ് അക്കൗണ്ടും ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി. പിന്നെ ബാലൻസ് ക്യാരി ഡൗണും ബാലൻസ് ഡ്രോ ഡൗണും എവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അശോക് അക്കൗണ്ട് ആണെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് അല്ലേ, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കൊടുക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് അവസാനം ഒന്നും ബാലൻസ് ചെയ്യാനും ഇല്ല. അങ്ങനെ 29, അതായത് 6 മാർക്ക് എന്തായാലും പോകും. 6 മാർക്കിൽ കൂടുതൽ പോകും, അതായത് 12 മാർക്ക് കിട്ടത്തില്ല. അതായത് ക്യാഷ് ബുക്ക് അതായത് 29ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റാണ്. പിന്നെ 28 ആകെ എന്തെല്ലോ എഴുതി വെച്ചാൽ അതും തെറ്റാണ്, ഫുള്ള് ചെയ്തിട്ടില്ല. 3 മാർക്കിൻ്റെ സംഭവം ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ 27 മൊത്തം ഫ്ലോപ്പ്, അപ്പോൾ അതുകൊണ്ട് അതിൽ ആ 12 മാർക്ക് പോയി. പിന്നെ നെക്സ്റ്റ് ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം, അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ്, അതായത് 8 മാർക്ക് പോയി. സോ അത് മൊത്തത്തിൽ കൊള്ളായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം എഴുതിയതിന് ശരിയാണെങ്കിൽ മാർക്ക് കിട്ടുമായിരിക്കും, കാരണം എല്ലാം ഓൺ വേർഡ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ട്രയൽ ബാലൻസ് ആണെങ്കിലും 19ാമത്തെ ആണെങ്കിലും അവിടെ ഒരു 4 മാർക്കിന് പോയി. ബാക്കി എഴുതിയതല്ല ശരിയാണെന്നോ എന്തോ അറിയില്ല. പിന്നെ നെക്സ്റ്റ് 2 മാർക്കിന് എഴുതേണ്ട ക്വസ്റ്റ്യൻ്റെ അടുത്ത് എന്തൊക്കെയോ തള്ളി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എന്തായാലും 12 മാർക്ക് പോയിട്ടുണ്ട്. പിന്നെ അത് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം പകുതിയാണ് ഞാൻ എഴുതി വെച്ചത്. അതായത് പകുതി എല്ലാം പകുതിക്കായിട്ടിട്ടുള്ളത്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പകുതിക്കായിട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു എക്സാം പോയിട്ടുണ്ടായത്. അപ്പോൾ ചിലപ്പോൾ നല്ലപോലെ പഠിച്ച് നല്ല വൃത്തിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോയൊരു കുട്ടിക്ക് ചിലപ്പോൾ ഈസി ആയിട്ടായിരിക്കാം എക്സാം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടേതായിരിക്കാം. സംടൈംസ് ഈ എക്സാം ഈസി ആയിട്ടുള്ളവരുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടഫായിട്ട് വരെ കരച്ചിൽ വരുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തു. ഇന്നലെ അങ്ങനെ കഴിയാണ്ടായിട്ട് ഞാൻ കിടന്നുറങ്ങി. പിന്നെ രാവിലെയാണ് പറ്റുന്ന പോലെയൊക്കെ നോക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ല എനിക്ക് മാത്രമാണ് ഇത് ടഫ് എന്നല്ല, ഒരുമാതിരി രസമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയത് എന്ന് അറിയില്ല. അപ്പോൾ നോക്കുക, എന്ത് ചെയ്തിട്ട് എനിക്കൊന്നും ശരിയാവുന്നില്ല, എല്ലാം ഒരുമാതിരി ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ
എൻ്റെ മാത്രം തോന്നലാണല്ലോ, നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബിലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് എക്കണോമിക്സ് ആണ്, അതെന്താവോ എന്തോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ ബൈ.